കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുറുകുന്നു. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലും തീരദേശ പ്രാതിനിധ്യത്തിന്റെ കുറവിലും കടുത്ത അതൃപ്തി പ്രകടമാക്കിയ ലത്തീൻ കത്തോലിക്ക സഭയെ അനുനയിപ്പിക്കാൻ പുതിയ മന്ത്രിമാരായ കെ മുരളീധരനും CP ജോണും നേരിട്ടെത്തി. തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തിയ മന്ത്രിമാർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടും മന്ത്രിമാർക്ക് ഏതേത് വകുപ്പുകൾ നൽകണം എന്ന കാര്യത്തിൽ മുന്നണിയിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പ് ആർക്ക് നൽകണമെന്നതിനെ ചൊല്ലിയാണ് പ്രധാന തർക്കം നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സഭയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാമെന്ന ഉറപ്പുമായി UDF പ്രതിനിധികൾ നേരിട്ട് അതിരൂപത ആസ്ഥാനത്തെത്തിയത്. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകാൻ മുന്നണിയിൽ ധാരണയാകുന്നു എന്ന വാർത്തകളാണ് ലത്തീൻ സഭയെ ചൊടിപ്പിച്ചത്. പരമ്പരാഗതമായി തീരദേശ മേഖലയുമായി ബന്ധമുള്ളവർക്കോ അല്ലെങ്കിൽ കടലിന്റെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയുന്നവർക്കോ മാത്രമേ ഫിഷറീസ് വകുപ്പ് നൽകാവൂ എന്ന് സഭ ശക്തമായി ആവശ്യപ്പെടുന്നു. ലീഗിന് ഈ വകുപ്പ് നൽകുന്നതിനോട് സഭയ്ക്ക് കടുത്ത എതിർപ്പാണുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് കണ്ട സഭാ പ്രതിനിധികൾ തങ്ങളുടെ ആശങ്ക അറിയിച്ചിരുന്നു. കടലിനെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും അടുത്തറിയുന്ന ആരെങ്കിലും ഫിഷറീസ് മന്ത്രി ആകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സഭ. മന്ത്രിമാരായ CP ജോണിനോ അതല്ലെങ്കിൽ RSP നേതാവ് ഷിബു ബേബി ജോണിനോ ഈ വകുപ്പ് നൽകണമെന്നാണ് അതിരൂപത മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി കെ മുരളീധരൻ ഇതൊരു സാധാരണ സന്ദർശനം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. താൻ ലത്തീൻ സഭ ആസ്ഥാനത്തെ ഒരു സ്ഥിരം സന്ദർശകനാണെന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള 2 മന്ത്രിമാർ എന്ന നിലയിലാണ് താനും CP ജോണും ഒരുമിച്ച് ആർച്ച് ബിഷപ്പിനെ കാണാൻ വന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കി. മന്ത്രിസ്ഥാനവും വകുപ്പുകളും സംബന്ധിച്ച് തങ്ങളുടെ കൃത്യമായ ആവശ്യങ്ങൾ സഭ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. തങ്ങളോട് ഇന്ന് പ്രത്യേകം ആവശ്യങ്ങളൊന്നും അവർ ഉന്നയിച്ചിട്ടില്ലെന്നും മന്ത്രിസഭാ രൂപീകരണത്തിൽ പരമാവധി സാമുദായിക പരിഗണനകൾ UDF നിലനിർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കൂടെയുണ്ടായിരുന്ന മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അതേസമയം മന്ത്രിമാരുടെ സന്ദർശനത്തെക്കുറിച്ച് ലത്തീൻ അതിരൂപത വികാരി ജനറൽ മോൺ യൂജിൻ പെരേര തികച്ചും വ്യത്യസ്തമായ പ്രതികരണമാണ് നടത്തിയത്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട തീരദേശ ജനവിഭാഗങ്ങൾ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണെന്നും അത്തരം ജനവിഭാഗങ്ങളെ ഭരണകൂടത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുതലപ്പുഴി ഹാർബറിലെ തുടർച്ചയായ അപകടങ്ങളും വികസന മുരടിപ്പും ചൂണ്ടിക്കാണിച്ചാണ് യൂജിൻ പെരേര സംസാരിച്ചത്. കടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിട്ടറിയാവുന്ന ഒരു മന്ത്രി അല്ലാത്തതുകൊണ്ടാണ് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ആവശ്യം ഇന്ന് വന്ന മന്ത്രിമാരുടെ ശ്രദ്ധയിലും തങ്ങൾ ഒരിക്കൽ കൂടി പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കടലും കായലുകളും ജലാശയങ്ങളും പരിപാലിക്കാൻ കൃത്യമായ പ്രാപ്തിയുള്ളവർ തന്നെ ഫിഷറീസ് വകുപ്പിന്റെ തലപ്പത്തേക്ക് വരണമെന്നാണ് സഭയുടെ നിലപാട്. ഈ വിഷയത്തിൽ അതീവ ശ്രദ്ധയോടുകൂടി ഇടപെടണമെന്ന് എത്തിയ മന്ത്രിമാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും യൂജിൻ പെരേര പറഞ്ഞു. ഇനി വരുന്നത് ആരാണെന്നും ഇത് നിശ്ചയിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ എന്നും ബാക്കി കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വകുപ്പ് വിഭജനത്തിൽ ഫിഷറീസിനെ ചൊല്ലി പ്രതിസന്ധി നീളുന്നത് UDF നേതൃത്വത്തെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്. സഭയുടെ പരസ്യമായ എതിർപ്പ് നിലനിൽക്കെ ലീഗിന് ഫിഷറീസ് നൽകിയാൽ അത് തീരദേശ മേഖലയിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ മുഖ്യമന്ത്രി VD സതീശൻ നടത്തുന്ന ചർച്ചകൾ പുതിയ മന്ത്രിസഭയുടെ സുഗമമായ മുന്നോട്ടു പോക്കിന് നിർണായകമാകും.